Hi all, welcome back to another interesting session with English Ladder. Prepositions നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. Prepositions തന്നെ പല ടൈപ്പിലുള്ള prepositions ഉണ്ട്. Prepositions of place ഉണ്ട്, prepositions of position ഉണ്ട്, preposition of time ഉണ്ട്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഞാൻ ഈ പറഞ്ഞ preposition of time എന്നുള്ള ടോപ്പിക്കാണ്. So, without any more delay, we'll move on to the video. So, prepositions of time il varuna prepositions endokkaanu nokam. At, on, in and by. Idu naalu aanu nammal innu discuss cheyan povunathu. All right, so we'll move on. First one, at. At ennallathu nammal use cheyyunnathu specific aayittulla oru time ne kurichu mention cheyyumbodaanu. Examples nokkum, it will be clear for you. First example, I will reach the office at 10 a.m. I will reach the office at 10 a.m. 10 a.m. എന്നുള്ള ടൈം സ്പെസിഫിക് ആയിട്ടുള്ള ഒരു ടൈമാണ് അറ്റ് 10 a.m. സോ അതിൻ്റെ കൂടെ ടൈംസ് മെൻഷൻ ചെയ്യുന്നതിൻ്റെ കൂടെ മേ ബി 10:30 മേ ബി 11 o'clock വാട്ട് എവർ ടൈം ഇറ്റ് ഇസ് ടൈം മെൻഷൻ ചെയ്യുന്നതിൻ്റെ കൂടെ നമ്മൾ അറ്റ് എന്നാണ് യൂസ് ചെയ്യുന്നത്. അനദർ എക്സാമ്പിൾ, ഐ വോക്ക് അപ്പ് അറ്റ് 6 a.m. ഐ വോക്ക് അപ്പ് അറ്റ് 6 a.m. ഞാൻ 6 മണിക്ക് എഴുന്നേറ്റു. ദ ട്രെയിൻ അറൈവ്സ് അറ്റ് 4:30 p.m. The train arrives at 4:30 p.m. The meeting will begin at 5 p.m. The meeting will begin at 5 p.m. Meeting 5 മണിക്ക് തുടങ്ങും. Exactly 5 മണിക്ക് തുടങ്ങും. പിന്നെ നമ്മൾ അറ്റ് യൂസ് ചെയ്യുന്നത് നൈറ്റ് എന്നുള്ളതിൻ്റെ കൂടെയാണ്. നൈറ്റിൻ്റെ കൂടെ അറ്റ് നൂണിൻ്റെ കൂടെ നൂൺ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഉച്ചയ്ക്ക് 12 o'clockനാണ് നമ്മൾ നൂൺ എന്ന് പറയുന്നത്. സോ അറ്റ് നൂൺ. The lunch is at noon. Lunch is at noon എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ലഞ്ച് 12 o'clockനാണ്, ഉച്ചയ്ക്ക് 12 o'clockനാണ് എന്നാണ് അതിൻ്റെ മീനിങ്. ദെൻ ഐ വിൽ മീറ്റ് യു അറ്റ് നൈറ്റ്. ഐ വിൽ മീറ്റ് യു അറ്റ് നൈറ്റ് ഓർ ഐ കോൾ യു അറ്റ് നൈറ്റ്. ഐ കോൾ യു അറ്റ് നൈറ്റ്. ഞാൻ നിന്നെ നൈറ്റ് വിളിക്കാം. ഓൾ റൈറ്റ്, മൂവിങ് ഓൺ ടു അവർ നെക്സ്റ്റ് പ്രിപ്പോസിഷൻ, ഓൺ. ഓൺ നമ്മൾ യൂസ് ചെയ്യുന്നത് ഇസ് വിത്ത് ഡേറ്റ്സ്, ഡേയ്സ് ഓഫ് ദ വീക്ക് ആൻഡ് ഓൺ സ്പെഷ്യൽ ഡേയ്സ്. ഓക്കെ, എക്സാമ്പിൾ, ഐ വിൽ മീറ്റ് യു ഓൺ ക്രിസ്മസ്. ഐ വിൽ മീറ്റ് യു ഓൺ ക്രിസ്മസ്. സ്പെഷ്യൽ ഡേയ്സ് ആണ് കേട്ടോ, ക്രിസ്മസ്, ഓണം, ന്യൂ ഇയേഴ്സ് എന്നൊക്കെ പറഞ്ഞത്. സോ ഐ വിൽ മീറ്റ് യു ഓൺ ക്രിസ്മസ്. ഷീ ഗോസ് ടു ദി ഓഫീസ് ഓൺ മൺഡേസ്. വി ആർ പ്ലാനിങ് ടു ഗോ ഫോർ ഷോപ്പിംഗ് ഓൺ സാറ്റർഡേ. വി ആർ പ്ലാനിങ് ടു ഗോ ഫോർ ഷോപ്പിംഗ് ഓൺ സാറ്റർഡേ. മൈ ബ്രദേഴ്സ് ബർത്ത്ഡേ ഇസ് ഓൺ ഫ്രൈഡേ. മൈ ബ്രദേഴ്സ് ബർത്ത്ഡേ ഇസ് ഓൺ ഫ്രൈഡേ. ദെൻ ഡേറ്റ്സിൻ്റെ കൂടെ ഐ വാസ് ബോൺ ഓൺ 16th June. I was born on 16th June. Another example, I will meet you on 21st January. I'll meet you on 21st January. The meeting is on 15th February. The meeting is on 15th February. So I hope that is clear. We'll move on to our next preposition. Our next preposition is in. In is used with years, months, seasons and parts of the day. Example, I was born in 2000. അവിടെ നമ്മൾ ഇയർ മെൻഷൻ ചെയ്തു, 2000. You can mention any year, maybe 2000, 2010, 2015, any year you can use in 2015, in 2020. All right, നമുക്ക് കുറച്ചുകൂടെ എക്സാമ്പിൾസ് നോക്കാം. My brother was born in March. മന്തിൻ്റെ കൂടെ നമ്മൾ യൂസ് ചെയ്തു. My brother was born in March. It's very cold in the winter. It's very cold in the winter. വിൻ്ററിൽ ഭയങ്കര തണുപ്പാണ്. So there we used in the winter. Another one, I'll call you in the evening. I'll call you in the evening. അല്ലെങ്കിൽ I'll call you in the morning. I'll call you in the morning. I'll call you in the afternoon. I'll call you in the afternoon. സോ ഇവിടെ നമ്മൾ നോട്ട് ചെയ്യേണ്ടത്, നമ്മൾ നൈറ്റ് എന്നുള്ളതിൻ്റെ കൂടെ മാത്രം അറ്റ് ആണ് യൂസ് ചെയ്യുന്നത്. നമ്മൾ ആദ്യം പഠിച്ചു അറ്റ് ആണ് യൂസ് ചെയ്യുന്നത്. ബാക്കി ഡേയ്സിൻ്റെ പാർട്സ്, ലെറ്റ്സ് സേ മോർണിംഗ്, ആഫ്റ്റർനൂൺ, ഈവനിങ്ങിൻ്റെ ഒക്കെ കൂടെ നമ്മൾ ഇൻ ദ യൂസ് ചെയ്തിട്ടാണ് പറയുന്നത്. ഇൻ ദ മോർണിംഗ്, ഇൻ ദി ആഫ്റ്റർനൂൺ, ഇൻ ദി ഈവനിങ് ആൻഡ് അറ്റ് നൈറ്റ്. ഓൾ റൈറ്റ്, മൂവിങ് ഓൺ ടു അവർ നെക്സ്റ്റ് പ്രിപ്പോസിഷൻ, ബൈ. ബൈ ബൈ എന്നുള്ളത് എവിടെയാണ് യൂസ് ചെയ്യുന്നതെന്നറിയോ? എന്തെങ്കിലും ഒരു സ്പെസിഫിക് ടൈമിനുള്ളിൽ, നമ്മൾ ഓൾറെഡി മെൻഷൻ ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ ഒരു സ്പെസിഫിക് ടൈമിനുള്ളിൽ, ഉള്ളിൽ എന്ന് പറയാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ് ബൈ. ലെറ്റ്സ് ലുക്ക് അറ്റ് എ ഫ്യൂ എക്സാമ്പിൾസ്. പ്ലീസ് സെൻഡ് മീ ദ റിപ്പോർട്ട് ബൈ നെക്സ്റ്റ് മൺഡേ. Please send me the report by
നെക്സ്റ്റ് മൺഡേ. സോ നെക്സ്റ്റ് മൺഡേക്കുള്ളിൽ, ഓക്കെ, നെക്സ്റ്റ് മൺഡേയോ അതിന് മുൻപോ ഉള്ള ദിവസത്തിൽ റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്യണം എന്നാണ്. ദെൻ ഐ വിൽ കോൾ യു ബൈ ഈവനിങ്. ഐ വിൽ കോൾ യു ബൈ ഈവനിങ്. ഈവനിങ്ങിനുള്ളിൽ ഞാൻ നിന്നെ വിളിക്കാം. Another example, I would like to lose 3 kgs by next March. I would like to lose 3 kgs by next March. നെക്സ്റ്റ് മാർച്ചിനുള്ളിൽ എനിക്ക് 3 kgs ലൂസ് ചെയ്യണം എന്ന് ആഗ്രഹമുണ്ട്. Then he will reach by next Saturday. He will reach by next Saturday. നെക്സ്റ്റ് സാറ്റർഡേക്കുള്ളിൽ അവൻ എത്തും. സോ സമയത്തെക്കുറിച്ച് പറയാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന കുറച്ച് പ്രിപ്പോസിഷൻസ് ആണ് നമ്മൾ ഇന്ന് പഠിച്ചത്. What all were they? In, on, at and by. I hope it's all clear for you. So use it correctly next time. So thank you and bye-bye.